പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല നവരാത്രിയുടെ വിശേഷങ്ങൾ. ഭാരതത്തിലെമ്പാടും ഭാരതത്തിന് പുറത്തും നവരാത്രി ആഘോഷിക്കുന്നുണ്ട്. എന്നാലും നമ്മൾ കേരളീയരെ സംബന്ധിച്ച് പൂജ വയ്പ്പ്, പൂജ എടുപ്പ് വളരെ സുപ്രധാനമായ രണ്ട് ചടങ്ങുകളാണ്. പൂജ എടുപ്പിന് ശേഷമാണ് നമ്മൾ കുട്ടികളെ ആദ്യമായിട്ട് എഴുത്തിനിരുത്തുന്നത്. അതൊരു കേരളീയ ആചാരമാണ്. മറ്റു പല സ്ഥലത്തും അതുണ്ട്. ആയുധപൂജ, ഈ കലാ സംബന്ധമായ പഠനങ്ങൾക്ക് തുടക്കം കുറിക്കല്, അതെ, ഇതൊക്കെ പല സ്ഥലങ്ങളിലും പല രൂപത്തിൽ ഭാവത്തിലൊക്കെ ആചരിച്ചു പോരും. ഇവിടെ നമ്മളെ പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് ഈ നവരാത്രി വലിയ വിശേഷമാണ്. എന്തൊക്കെയാണ് നവരാത്രിയെ സംബന്ധിച്ച് മറ്റാരും അധികം ചർച്ച ചെയ്തിട്ടില്ലാത്ത നവരാത്രിയുടെ ചില ഭാവങ്ങൾ, ചില വിശേഷങ്ങൾ എന്താണ് അങ്ങേക്ക് പറയുന്നത്? ഈ നവരാത്രി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഭാരതമൊട്ടാകെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ പല സ്ഥലങ്ങൾ, അത് പഴയ ഭാരതീയ സംസ്കാരവുമായി ബന്ധപ്പെട്ടിരുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഇന്ന് ഭാരതീയർ വസിക്കുന്ന സ്ഥലങ്ങളിൽ ചെയ്തു വരുന്നു. ഇതിൽ 3 ആസ്പെക്റ്റും ഉണ്ട്: ഭൗതികം, ദൈവികം, ആധ്യാത്മികം. ഈ 3ഉം ഇതിനകത്ത് ഉൾക്കൊണ്ടിട്ടാണ് ഈ നവരാത്രി സംഭവിക്കുന്നത്. ഒരു വൈദിക പാരമ്പര്യമാണ്. അതെ, അതായത് ഇപ്പം നവരാത്രി ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് തന്നെ ആ അർത്ഥം 9 രാത്രികൾ എന്നാണ്. പക്ഷേ നമ്മുടെ ഇവിടെ നവരാത്രി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ചില അമ്പലങ്ങളിൽ, അതിൽ നവരാത്രി എന്ന് പറയുമ്പം തിരുവനന്തപുരത്ത് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത് നമ്മുടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര, അതുമായി ബന്ധപ്പെട്ടുള്ള എനിക്ക് തോന്നുന്നു സ്വാതി തിരുനാൾ അദ്ദേഹത്തിൻ്റെ കാലത്തിന് ആ സമയത്ത് എന്തോ എടുത്തൊരു തീരുമാനമാണ്. കാരണം ഈ സരസ്വതി ക്ഷേത്രം എന്ന് പറയുന്നത് ഒറിജിനൽ ഈ തിരുവിതാംകൂറിൻ്റെ രാജ പരമ്പര, അവര് എന്താണ് ആദികേശവ പെരുമാൾ കുടികൊള്ളുന്ന തിരുവട്ടാർ ആ ഭാഗത്ത്, അവിടെ ഇന്നുമുള്ള പാലസ്, എന്താ നമ്മുടെ കന്യാകുമാരിയിലേക്ക് പോകുമ്പോൾ അവിടെ പത്മനാഭപുരം കൊട്ടാരവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പരിസരത്ത് അപ്പുറത്തുള്ള സരസ്വതി ക്ഷേത്രത്തിൽ നിന്നാണ് ഈ സരസ്വതി വിഗ്രഹത്തിനെ രാജധാനിയെ തിരുവനന്തപുരത്തേക്ക് മാറിയപ്പോൾ ഈ സരസ്വതി അമ്മനെയും കൂടെ ഇവിടേക്ക് നവരാത്രിക്ക് കൊണ്ടുവരണം. അപ്പൊ അതിന് കൂട്ടുവേണം. നവരാത്രി സരസ്വതി അമ്മനെ ഒറ്റയ്ക്ക് വന്നാൽ എങ്ങനെ? രക്ഷക വേണ്ടേ, സംരക്ഷകൻ. അപ്പൊ അതുകൊണ്ട് ദേവന്മാരുടെ എന്താണ് സൈന്യാധിപൻ തന്നെയായ മുരുക ഭഗവാൻ, അപ്പൊ അദ്ദേഹം കൂടെ ഇതിൻ്റെ സംരക്ഷകനായിട്ട് കൂടെ വരുന്നു. പിന്നെ ഒരു ദേവീ സങ്കല്പമല്ലേ, അപ്പൊ സ്ത്രീ രൂപമല്ലേ, അപ്പൊ അത്യാവശ്യം കുശലമൊക്കെ പറഞ്ഞു പോകണമെങ്കിൽ കൂടെ ഒരാള് കുണ്ടണിമങ്ക. അപ്പൊ കുണ്ടണിമങ്ക എന്ന് പറയുന്നത് നമ്മുടെ ശുചീന്ദ്രം ക്ഷേത്രം, അവിടത്തെ 300 നങ്ക എന്നാണ് പറയുന്നത്. മലയാളികൾ പറഞ്ഞു കുണ്ടണിയാക്കി. ഈ കുണ്ടണി പറയുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ വന്നപ്പോഴത്തേക്കും ഓടിപ്പോയി കുണ്ടണി പറഞ്ഞു. ഈ വരുന്ന വഴിക്ക് മറ്റേ എന്താണ് ഇദ്ദേഹത്തിന്റെ മുരുകന്റെ വിവാഹം അത് കൊണ്ട് അമ്മാവന്റെ അടുത്ത് ഓടിച്ചെന്ന് കുണ്ടണി പറഞ്ഞതുകൊണ്ട് പേര് കുണ്ടണി മങ്ക എന്നാക്കി തിരുവനന്തപുരത്തുകാരൻ. അല്ലെങ്കിൽ 300 നങ്കയാണ്. അത് അവിടുത്തെ തപ്പക്കുളത്തിന്റെ അപ്പുറത്ത് ശുചീന്ദ്രം ക്ഷേത്രത്തിന്റെ അവിടെ നിന്ന്. അപ്പൊ ഈ 3 പേരെയുമാണ് എഴുന്നള്ളിച്ച് തിരുവനന്തപുരത്ത് രാജകീയമായി കൊണ്ടുവരും. അപ്പൊ ഈ കൊണ്ടുവരുന്നത് ഏകദേശം 2 ദിവസത്തിൽ കൂടുതലുള്ള കാൽനടയായി ചുമന്നത് കൊണ്ടുവരണം. നമ്മുടെ പല്ലക്ക് അല്ലെങ്കിൽ നമ്മുടെ എങ്ങനെയാണ് ശിവേലി വിഗ്രഹങ്ങളെ എഴുന്നള്ളിക്കുന്നത്, അതിൻ്റെ ഒരു വാഹനം അതിൽ വെച്ച് ഇവിടെ കൊണ്ടുവരുന്ന ആ ഒരു രീതിയാണ്. അതായത് ഈ ഗ്രാമത്തിലെയും നഗരത്തിലെയും ജനങ്ങളെ മുഴുവനും കണ്ടുകൊണ്ടാണ് ഇത് വരുന്നത്. ആ ഒരു എന്ന് വെച്ചാൽ ആ നമ്മുടെ പഴയ തിരുവിതാംകൂർ എന്ന് പറഞ്ഞാൽ തിരുനെൽവേലി, അതിന്റെ ബോർഡർ വരെ പോകും. പക്ഷെ പഴയ രാജധാനിയിൽ നിന്ന് പുതിയ രാജധാനിയിലേക്ക് ഇവർ വരുന്നു. ഇവിടുത്തെ ശരിക്കും രാജാവ് എന്ന് പറയുന്നത് അനന്തപത്മനാഭനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മുമ്പിലാണ് ഇവരെല്ലാവരും എത്തുന്നത്. അവിടെ വന്നതിന് ശേഷമാണ് സരസ്വതി അമ്മനെ അവിടെ നവരാത്രി മണ്ഡപത്തിൽ അവിടെ ഇരുത്തുകയും മുരുക ഭഗവാനെയും 300 നങ്കയും അവിടെ നിന്ന് പിന്നെ തിരിച്ച് അവർ പോയി ചെന്തിട്ടാമ്പൻകോവിലും പിന്നെ ഇപ്പുറത്ത് എന്താ നമ്മുടെ ആര്യശാലയുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഇരുത്തും. അത് കഴിഞ്ഞ് അവർക്ക് മടക്കയാത്രയുണ്ട്. അതായത് ഈ 9 ദിവസത്തെ നവരാത്രിക്ക് ഒരു ദിവസം മുമ്പ്
തലേന്ന് വൈകുന്നേരമാണ് ഇവിടെ എത്തിച്ചേരുന്നതും എത്തിച്ചേർന്ന് കഴിഞ്ഞ ഒരു ആറാട്ടുണ്ട്. അത് പത്മതീർത്ഥ കുളത്തിലാണ് സരസ്വതി അമ്മന്റെ ആറാട്ട്. ആറാട്ടെല്ലാം കഴിഞ്ഞ് കൊണ്ടുപോയി ഇരുത്തി കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ പൂജ ആരംഭിക്കും. നവരാത്രിയുടെ ആരംഭം. ഇതെല്ലാം കഴിഞ്ഞ് വിദ്യാരംഭം എന്ന് പറയുന്നത് വിജയദശമി. അപ്പൊ 10 ദശമി, വിജയദശമി കഴിഞ്ഞ് ഒരു ദിവസം അവിടെ ഒരു ഇരുത്തുണ്ട്. ദാറ്റ് ഈസ് റെസ്റ്റ്. അത് ശരിക്കും നമ്മുടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ദശമി കഴിഞ്ഞാൽ അടുത്തത് ഏതാ? 11. 10 ദശമി 11 എന്ന് പറയുന്നത് ഏകാദശിയാണ്. ഏകാദശി സാധാരണ വ്രതമാണ്. നമ്മളൊരു പൂജ വയ്ക്കുമ്പോൾ ആ പൂജയ്ക്ക് നൈവേദ്യം ഇതെല്ലാം ഉണ്ട്. അപ്പൊ നൈവേദ്യം എല്ലാം ശരിക്കും ആ മൂർത്തി ഭക്ഷിക്കുകയാണ്. അപ്പൊ ഇതിന് പൂജയൊന്നുമില്ല. അവിടെ ഒരു ധ്യാനം പോലെ ഈ വിഗ്രഹത്തിനെ മാറ്റി വേറൊരു മുറിയിൽ ഇരുത്തിയിരിക്കുകയാണ് ധ്യാനത്തിന് വേണ്ടി. അത് കഴിഞ്ഞ് അടുത്ത ദിവസമേ യാത്രയുള്ളൂ. 12 യാത്ര ചെയ്യും. അപ്പൊ ഒരു ദിവസം ഇടയ്ക്ക് റെസ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ധ്യാനം എന്ന് പറയാം. അപ്പൊ ഇതാണ് ഇതിന്റെ മൊത്തത്തിലുള്ള രീതി. പക്ഷേ ഈ നവരാത്രിക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ ഇവിടെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ വിശേഷപ്പെട്ട നമ്മുടെ ആർട്ടിസ്റ്റുകൾ, കലാകാരന്മാര്, നവരാത്രി മണ്ഡപത്തിൽ നടക്കുന്ന ശാസ്ത്രീയ സംഗീതം, അതിന് ആരെല്ലാമാണോ അതിന് പറ്റിയ വിദ്വാൻമാര്, അവരെ കൊണ്ടുവന്ന് എല്ലാ ദിവസവും വൈകുന്നേരം അവിടെ പ്രോഗ്രാം. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിൽ നടത്തുന്ന ശാസ്ത്രീയ നൃത്തം. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു ആർട്ട് ഫോം, അതിന് കൊടുക്കുന്ന പ്രാധാന്യം, ഇതിനെ കളർഫുൾ ആക്കുക. കാരണം നവരാത്രി എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ ശക്തി അല്ലെങ്കിൽ ശക്തി സ്വരൂപിണി ആയ അനുഷ്ഠാനത്തെ ഒരു ആഘോഷവും കളർഫുള്ളുമാണ്. ഇപ്പൊ ഭാരതത്തില് നമ്മുടെ എല്ലാ ഇതും എന്ന് പറഞ്ഞാൽ, ഭാരതീയ സംസ്കാരം എന്ന് പറഞ്ഞാൽ നമുക്ക് 2 സംഗതിയാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് വ്രതം, ഫാസ്റ്റ് ആൻഡ് ഫീസ്റ്റ് എന്ന് പറയാം. ഒരു ഫാസ്റ്റും അത് സമാപിക്കുന്നത് ഒരു ഫീസ്റ്റിലും. ഈ ഒരു രീതിയാണ് നമുക്ക്. അതിൽ ഒരു ഭാഗത്ത് ദൈവികത നമ്മളങ്ങ് ഒതുങ്ങിക്കൂടുന്നു, ഫാസ്റ്റ്. അത് കഴിഞ്ഞ് വിശാലമായി തുടങ്ങുന്നു വീണ്ടും. അപ്പൊ അത് വളരെ വൈബ്രന്റ് ആയിട്ട്, വളരെ കളർഫുൾ ആയിട്ട്, കളർഫുൾ വേഷങ്ങൾ, വളരെ കളർഫുൾ ആയിട്ടുള്ള അലങ്കാരങ്ങൾ, എന്താ കളമെഴുത്ത്, അല്ലെങ്കിൽ തമിഴരുടെ കോലം വരപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ നവരാത്രിക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് തമിഴ് പാരമ്പര്യമായിട്ട് ബന്ധപ്പെട്ട് കൊലു വയ്ക്കുക, ബൊമ്മക്കൊലു. അപ്പൊ ഈ ബൊമ്മക്കൊലുവിന് പറയുന്നത് ഒറ്റ അക്കം, 1, 3, 5 ഇങ്ങനെ തട്ടുകളിട്ട് അതിൽ ബൊമ്മകളെ അടുക്കി. ആ ബൊമ്മകൾക്ക് ഒരു പ്രാധാന്യമുണ്ട്. അതിൽ എന്തെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ഈ നവരാത്രി കഴിഞ്ഞാൽ ഈ നവരാത്രിക്ക് ബൊമ്മയെ വെച്ചിരുന്ന ബൊമ്മകളെ എല്ലാം തന്നെ ഭദ്രമായി പൊതിഞ്ഞ് ഒരു തടിപ്പെട്ടിയിലാക്കി ഇതിനെ ഒരു വർഷം സൂക്ഷിക്കും. അപ്പൊ ഈ ഒരു വർഷം സൂക്ഷിക്കുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ഒരു ആധ്യാത്മിക രൂപത്തിൽ നോക്കിയാൽ ഫ്രം ദ എവല്യൂഷൻ ടു ദ ഇൻവല്യൂഷൻ ഇത് പോവുകയാണ്. പക്ഷെ അത് കഴിഞ്ഞ് അടുത്ത നവരാത്രിക്ക് മുമ്പേ, ഏകദേശം 1 മാസം മുമ്പേ ജോലി തുടങ്ങും. ഒന്നൊന്നായി ഇതിനെ ബൊമ്മകളെ പുറത്തെടുത്ത് ഇതിനെല്ലാം ഭംഗിയായി തുടച്ച്, അത്യാവശ്യം ചായക്കൂട്ടിടണമെങ്കിൽ ചായക്കൂട്ടൊക്കെ ഇട്ട് അതിനെ കൂടുതൽ ഡെക്കറേറ്റീവ് ആക്കി. ഇതൊരു ഭയങ്കരമായ ഒരു ക്രിയേറ്റീവ് ആർട്ട് ആൻഡ് എക്സിബിഷൻ ആൻഡ് ഓൾസോ എന്താ പറയണത്, ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ എൻ്റെ വീട്ടിലെ സ്ത്രീ അപ്പുറത്തെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ അവർ ചെയ്യുന്ന രീതി, അവരെ അതേപോലെ തിരിച്ചിങ്ങോട്ട് വിളിക്കുന്നു. ഇതിലൊരു വലിയൊരു സോഷ്യൽ ഒരു ഹാർമണിയാണ് ഇതിനകത്തൊരു മത്സരം ഉണ്ടെങ്കിലും അതിനകത്തൊരു നല്ല മത്സരമാണ്. എന്നുവെച്ചാൽ നീ ഇങ്ങനെ അടുത്ത പ്രാവശ്യം എനിക്ക് ഇതിനേക്കാൾ നന്നായി ചെയ്യാൻ കഴിയണം എന്ന് പറഞ്ഞ് അതിലൊരു കൺസ്ട്രക്റ്റീവ് ഗ്രോത്ത് ഉണ്ട്. അപ്പൊ ഈ ബൊമ്മക്കുലുവിന്റെ തുടക്കം തന്നെ പറഞ്ഞിരിക്കുന്നത് മരപ്പാച്ചി എന്ന് പറഞ്ഞാൽ തടിയിൽ കൊത്തിയെടുത്ത ഒരു മനുഷ്യരൂപം. ഇതാണ് മരപ്പാച്ചി. അപ്പൊ ഒരു കല്യാണം കഴിക്കുന്ന ഒരു പെൺകുട്ടിക്ക് അതിന്റെ അച്ഛനും അമ്മയും ആ കല്യാണത്തിന് കൂടെ കൊടുക്കുന്ന ഒരു സമ്മാനമാണ് ഈ മരപ്പാച്ചി. ഈ മരപ്പാച്ചിയിലാണ് ഇവളുടെ അടുത്ത കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് കൊലുബൊമ്മ തുടങ്ങുന്നത്. ഇതിന്റെ കൂടെ ഓരോ വർഷവും കളക്ട് ചെയ്തുകൊണ്ട് പോകും, പുതിയ പുതിയ ബൊമ്മകളെ കളക്ട് ചെയ്യും. അപ്പൊ ഈ ബൊമ്മകളെ കളക്ട് ചെയ്യുന്ന എങ്ങനെയാണ്? ഒന്ന് ഈ ഇതുമായി പുരാണങ്ങളുമായി ബന്ധപ്പെട്ട ബൊമ്മകൾ, അതെ. അപ്പൊ ഒന്നുകിൽ ദശാവതാരം, അല്ലെങ്കിൽ ശ്രീരാമ പട്ടാഭിഷേകം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഓരോന്നിനെ കളക്ട് ചെയ്യും. ഇതല്ലാതെ മറ്റൊരു സെറ്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ഫോംസ് ഓഫ് അനിമൽ.
അല്ലെങ്കിൽ ഈ ദേവതകളുടെ വാഹനങ്ങൾ വാഹനങ്ങളും ആവാം, ഇതിനകത്ത് പ്രകൃതിയുമായിട്ടൊരു ലിങ്കുണ്ട്. ലിങ്കുണ്ട്. അപ്പൊ നമ്മൾ അതും കൂടെ മനസ്സിലാക്കുക. ഇതിനകത്ത് പലതരം പക്ഷികള്, പലതരം മൃഗങ്ങള്, ഇങ്ങനെയൊക്കെ ഉള്ളതിനെ വെറുതെ ഒരു ഫോറസ്റ്റ് പോലെയോ അല്ലെങ്കിൽ വെറുതെയോ അറേഞ്ച് ചെയ്യും. പിന്നെ ഒരു അമ്പലം, അതിന്റെ ചുറ്റുപറ്റുമുള്ള മണല്, അതിലെന്തെങ്കിലും കുളമോ, ഇങ്ങനെ ഇതെല്ലാം ഇവരുടെ ക്രിയേറ്റീവ് ആൻഡ് ആർട്ട് ഫോംസിനെ എൻകറേജ് ചെയ്യുന്നതാണ്. അത് ഈ വർഷം ചെയ്തതിനേക്കാളും ബെറ്റർ ആയിട്ട് അടുത്ത വർഷം ചെയ്യും. ഇത് വന്ന് കാണുന്നവര് ഇതിനേക്കാളും നന്നായിട്ട് അടുത്ത പ്രാവശ്യം ഞാൻ ചെയ്യും എന്ന് അവർക്കും ഒരു മനസ്സിലൊരു തോന്നൽ. വിവാഹത്തിന് കൊടുക്കുന്ന മരപ്പാച്ചിയിലാണ് ഇതിന്റെ തുടക്കം. ബാക്കി മുഴുവൻ ക്രിയേറ്റിവിറ്റിയാണ്, ഇന്നർ ഇത് വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഇത് ഒരു രൂപത്തിലും ഈ 9 ദിവസവും ഇതിന് മറ്റ് സ്ത്രീകളെ വിളിക്കും, പെൺകുട്ടികളെ വിളിക്കും. അവരെ വിളിച്ച് അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കും. വെറുതെ വിളിച്ച് ഇവിടെയല്ല, ഇതിന്റെ പ്രസാദം കൊടുക്കും കഴിക്കാനായിട്ട്. ഈ വരുന്നവരിൽ അവർക്ക് ആരെല്ലാം അവർക്ക് സംഗീതം അറിയാമെങ്കിൽ അത് അവിടെ ഇരുന്ന് ഒരു പാട്ടെങ്കിലും പാടും. കർണാട്ടിക് സംഗീതം അല്ലെങ്കിൽ ശാസ്ത്രീയ നൃത്തം അറിയാവുന്ന കുട്ടികളാണെങ്കിൽ അവരവിടെ വന്ന് ഒരു നൃത്തം അവിടെ അവതരിപ്പിക്കും. അപ്പൊ ഇത് കാണാനായിട്ട് മറ്റുള്ളവരും അവിടെ ഇരിപ്പുണ്ട്. ഇപ്പൊ ഒരു വീട്ടിൽ ഒരു സ്ത്രീ വരുന്ന സന്ധ്യാസമയത്ത് ഒരാളല്ല വരുന്നത്. നമ്മൾ വിളിക്കുമ്പോൾ അടുത്തടുത്തുള്ള അല്ലെങ്കിൽ ബന്ധുക്കളായിട്ടുള്ള അല്ലെങ്കിൽ സുഹൃത്തുക്കളായിട്ടുള്ള പലരെയും അവിടെ വിളിച്ച് അവരാ വീട്ടിലൊരു ഓഡിയൻസ് പോലെ ഇരുന്നിട്ട് അതിലാണ് ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. അപ്പൊ ഈ ഒരു കൾച്ചറിനെ, അതിനെ ഒരു എന്താണ് ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന, അതിനെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ടാണ് ശരിക്കും ഈ നവരാത്രി വരുന്നത്. അപ്പൊ നവരാത്രി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 3 ഭാവങ്ങൾ ദേവിയുടെ, ദുർഗ അല്ലെങ്കിൽ പാർവതി, ലക്ഷ്മി, സരസ്വതി. ഈ 3 ഭാവങ്ങളാണ് ശക്തിയുടെ. അപ്പൊ ദുർഗ എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പൊ നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പം ഭാരതം എന്നുള്ളത് ഒരു വൻ ശക്തിയാണ്. എളുപ്പമൊന്നും ഇങ്ങോട്ട് കയറി അറ്റാക്ക് ഒന്നും ഇനി നടക്കില്ല. ലോകത്തിനെ മുഴുവൻ അറിയിച്ചു. അത് വൻ ശക്തികളെ വരെ നമ്മൾ അറിയിച്ചു. ഭാരതം എന്ന് പറയുന്നത് പഴയതുപോലെയല്ല, തൊട്ടാൽ തീക്കൊള്ളി കൊണ്ട് തലചൊറിയും പോലെയാണ്. ഇതാണ് ശക്തി സ്വരൂപിണിയായ ദുർഗ. അപ്പൊ ദുർഗയുടെ ഭാവം ആ വാക്കിന് തന്നെ അങ്ങനെ ഒരു അർത്ഥമില്ല. ദുഷ്ടന്മാർക്ക് ഗമിക്കാൻ പറ്റാത്തത്. അതെ, ആർക്കും തന്നെ, നമുക്ക് തന്നെ ഭക്തന് പോലും ദുർഗ എന്ന് പറയുമ്പോൾ അതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞിരിക്കുന്നത് കാരുണ്യവതിയായ അമ്മ. പക്ഷേ എത്തിച്ചേരാൻ വളരെ പ്രയാസം. നമുക്ക് ആ റീച്ചിൽ എത്താൻ വളരെ പാടാണ്. അൺപെർസീവബിൾ ഫോം. ഇറ്റ് ഈസ് ദ ഫോം ഓഫ് ദ ഫോംലെസ് ശക്തി. എനർജിയാണ്, പവറാണ്, അതിൻ്റെ അൾട്ടിമേറ്റ് ആണ്. അപ്പൊ അത് നമ്മുടെ പുരാണത്തിൽ പറയുന്നത് ദുർഗ എന്തിനാണ് വരുന്നത്? മഹിഷാസുരൻ വന്നതെന്ന് വെച്ചാൽ ഈ അസുരന്മാര് നമ്മുടെ ഇക്വിലിബ്രിയം തെറ്റിച്ചു. എന്താണ് ഈ അസുരനും ദേവനും ഇക്വിലിബ്രിയവും? നമ്മൾ ഓരോ മനുഷ്യരും അല്ലെങ്കിൽ ഓരോ ജീവയും നമുക്ക് അകത്ത് നടക്കുന്ന സംഭവങ്ങൾ, ഇതാണ് അതിൻ്റെ ആധ്യാത്മിക വശം. നമ്മളിലുള്ള മോശപ്പെട്ട അല്ലെങ്കിൽ അസുര ഗുണങ്ങൾ അത് ഉണർന്നു വരും. അതിനെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ നമ്മളിലുള്ള ദേവഗുണത്തെ അല്ലെങ്കിൽ സത്വഗുണത്തിനെ നമ്മൾ ഉണർത്തണം. ഇതിനു വേണ്ടിയുള്ള ആന്തരികമായ ഒരു യുദ്ധം നമുക്കകത്ത് നടക്കും. ഇതിന്റെ ഒരു ഡ്രമാറ്റൈസേഷനാണ് നമ്മുടെ ഈ ഇതിഹാസ പുരാണങ്ങളിൽ പറയുന്ന ഈ മുഴുവൻ എന്തെല്ലാം സംവരിച്ചും കൊണ്ട് അതിനെ അവതരിപ്പിക്കാം, ആ രീതിയിൽ അവതരിപ്പിക്കും. നമ്മുടെ മനോവ്യാപാരങ്ങളുടെ ഒരു രേഖാചിത്രമാണ് ഈ പുരാണങ്ങളിലൊക്കെ കാണുന്ന പല. നമ്മളെ എങ്ങനെ ശുദ്ധി ചെയ്യാം? ഈ പറയുന്ന എവിടെ നിന്നാണ് നമുക്ക് സുഖം കിട്ടുന്നത്, എവിടെ നിന്നാണ് ശാന്തിയും സമാധാനവും കിട്ടുന്നത്? അത് ഈ പ്രപഞ്ചത്തിൽ ഒരിടത്തും കിട്ടില്ല. ഇത് കിട്ടണമെങ്കിൽ നമ്മളിലേക്ക് ഉൾവലിയണം. ഈ നമ്മളിലേക്ക് ഉൾവലിയുമ്പോഴാണ് നമ്മളിലിരിക്കുന്ന സത്ത് അംശം എന്നറിയുന്നത്. അതിലാണ് നമുക്ക് സുഖം അനുഭവിക്കുന്നത്. അപ്പൊ അതിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ പഠിപ്പിക്കുന്ന ഒരു വലിയൊരു ചടങ്ങാണിത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് 9 ദിവസവും 9 ദേവീരൂപങ്ങൾ. അത് നവദുർഗ എന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ തന്നെ ഒരു പെൺകുട്ടി, കൊച്ചുകുട്ടി, അവള് വളർന്ന് വലുതാകുന്നു, യുവത്വം. അത് കഴിഞ്ഞ് അവള് വലുതായി, കുറെ കൂടെ വലുതായി കാളീരൂപം എന്നൊക്കെ പറയുന്നത് അത് പൂർണ്ണ വളർച്ചയെത്തിയ സ്ത്രീ രൂപം. പക്ഷെ അത് സംഹാരരൂപിണിയാണ്. അറ്റ് ദ സെയിം ടൈം അവിടെ സംഹാരരൂപിണിയാണെങ്കിലും അങ്ങേയറ്റം കരുണാമയിയാണ്. ഭക്തനോട് കരുണയുണ്ട്. കാരണം എപ്പോഴും കൈ കാണിക്കുന്ന എന്താണ്? ഒരു കൈ, നിന്റെ ഭയത്തെ മുഴുവൻ ഇവിടെ തരൂ, ഞാൻ സ്വീകരിച്ചോളാം, ഇത് എൻ്റെ അനുഗ്രഹം.
അപ്പൊ അതാണ് ഒരു കൈ അനുഗ്രഹിക്കുകയും ഒരു കൈ നമ്മുടെ ഭയത്തെ സ്വീകരിക്കുകയും ചെയ്യും. അഭീഷ്ടവരദായിനി അതെ. എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിന് എന്താണ് അഭയഹസ്തം, അഭയം. അഭയം തരുന്ന ഹസ്തവും അനുഗ്രഹവും. അതെ. ഇങ്ങനെയാണ് ദേവീ രൂപം. ബാക്കി ദേവിക്ക് കാണിച്ചിരിക്കുന്ന ആയുധങ്ങൾ ഭഗവാൻ വിഷ്ണു കൊടുത്ത ചക്രം സംഹരിക്കാൻ വേണ്ടി, ഭഗവാൻ ശിവൻ കൊടുക്കുന്ന തൃശൂലം. ഓരോ ദേവന്മാരും അവരിലുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആയുധം കൊടുക്കുകയാണ്. അപ്പോൾ ഈ നവരാത്രി പൂജയിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഒരു ഭക്തൻ വരുമ്പോൾ സർവ്വദേവഗണങ്ങളെ, എല്ലാ ദേവന്മാരുടെയും ഒന്നിച്ച് ഒരു ശക്തി രൂപമായി നമ്മൾ അവിടെ ദുർഗയെ ആരാധിക്കുകയാണ്. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ വന്ന ആദ്യത്തേതെന്ന് പറയുന്നത് സംഹാര രൂപിണി അല്ലെങ്കിൽ ദുർഗ അല്ലെങ്കിൽ ദ പവർഫുൾ എന്നുള്ള എസൻസും ഇതായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വെൽത്ത് വെക്കാം. ഇല്ലാത്തവൻ വെൽത്ത് വെച്ചാൽ നാട്ടിൽ പോലീസ് ഇല്ലാത്തടത്ത് വീട്ടിൽ സ്വർണം വാങ്ങിച്ചു വെച്ച പോലെ ഇരിക്കും. ആരെങ്കിലും വരും, നമ്മളെ തള്ളിയിട്ടിട്ട് അത് എടുത്തോണ്ട് പോകും. അപ്പോൾ ഇതാക്കി കഴിഞ്ഞാൽ, ശക്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഐശ്വര്യം അല്ലെങ്കിൽ വെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രസ്, അതിനെ നമുക്ക് നിലനിർത്തണം. അപ്പോൾ ഇതിൽ തന്നെ മറ്റൊരു കാര്യം കൂടെ നോക്കിക്കോളൂ. തമസ്, രജസ്, സത്വം, ഈ 3 സംഗതി. തമസ് എന്ന് പറയുന്നത് നമ്മളിലുള്ള ചീത്ത സംഗതികളെ അല്ലെങ്കിൽ അധർമ്മത്തിനെ, ഇതിനെ നമ്മൾ ഇല്ലായ്മ ചെയ്യുക, തമശക്തി ഉപയോഗിച്ച് ചെയ്യണം. അത് കഴിഞ്ഞ് അവിടെ രജസ് ഉപയോഗിച്ച് നമ്മൾ അതിനെ നിലനിർത്തണം. അപ്പോൾ അത് സ്ഥിതി ഇപ്പുറത്ത്. അപ്പൊ ഇത് സംഹാരം, ഇത് സ്ഥിതി, ഇവിടെ സൃഷ്ടി. അപ്പൊ ഇപ്പുറത്ത് സത്വഗുണം എന്ന് പറയുമ്പോൾ അവിടെ സരസ്വതിയാണ് മൂർത്തി, മറ്റേത് ലക്ഷ്മിയാണ് മൂർത്തി. സ്ഥിതിക്ക് സരസ്വതിയെ മൂർത്തിയാക്കുമ്പോൾ അതിനകത്ത് എന്താണ്, നമ്മൾ മലയാളികൾ കാണുന്നത് വിദ്യാഭ്യാസം മാത്രമേ കാണുന്നുള്ളൂ. നമ്മൾ ജ്ഞാനത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇത് മലയാളിക്കുള്ള കുറച്ച് കുഴപ്പങ്ങൾ ഞാൻ ഇതിനകത്ത് എടുത്തു പറയാണ്. നമ്മൾ എപ്പോഴും എളുപ്പ വഴിക്കാരാണ്. ലോകത്തെവിടെയെങ്കിലും കൂടുതൽ ശമ്പളം കിട്ടുമെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചാടും. സ്വന്തം നാട് മറക്കും, സ്വന്തം സംസ്കാരം നടക്കും. ഇത് ഈ ഭാരതത്തിൽ ബ്രിട്ടീഷുകാരനെ എല്ലാം വന്ന് ഭരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷ് ഭക്തി ഉണ്ടായിരുന്നത് മലയാളിക്കാണ്. ബാക്കി എല്ലാവരും സംസ്കാരത്തെ പിടിച്ചു നിന്നു, ഫൈറ്റ് ചെയ്തു ജന്മനാടിന് വേണ്ടി. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഇതിനെ ഈ 9 ദിവസത്തിന് നമ്മളങ്ങ് ചുരുക്കി, നമ്മളിതിനകത്ത് പൂജ വെപ്പ്, അത് പൂജ അല്ലെങ്കിൽ ആയുധ പൂജ, അത് കഴിഞ്ഞ് പൂജയെടുപ്പ് എന്ന് പറഞ്ഞ് നമ്മളങ്ങ് ഷോർട്ട് കട്ടിലേക്ക് അങ്ങ് മാറും. 3 ദിവസം പോലും ഇല്ല. അപ്പോൾ ശരിക്കും 9 ദിവസത്തെ നവരാത്രി ആഘോഷം എന്ന് പറയുന്നത് പ്രഥമയ്ക്ക് മുമ്പേ കർത്തവാവിൽ ആദ്യം കുംഭം വെക്കണം. കുംഭം എന്ന് പറഞ്ഞാൽ ഒരു കുടത്തിനകത്ത് അതിനകത്ത് നമ്മൾ കാണുന്നത് മാവുകലയും നാളികേരവും മാത്രമേ ഉള്ളൂ. അതിനകത്തൊരു സംഭവം ഉണ്ട്. അതാണ് ഈ ഉള്ള് ഞാൻ പറഞ്ഞ ആധ്യാത്മവശം. അതിനകത്ത് അരി വേണം, അതിനകത്ത് പയറുവർഗം, ഉഴുന്ന് വേണം, മഞ്ഞൾ വേണം, മഞ്ഞൾ കട്ട ഇടണം. അതിന്റെ മുകളിലാണ് നമ്മൾ കാണുന്ന ഒരു നാളികേരം. അതിന്റെ മുകളിൽ കുടുമി ഉണ്ടായിരിക്കണം, മുഴുവൻ ഉടച്ചത് പറ്റില്ല. അപ്പൊ ആ രീതിയിൽ പൊതിച്ചെടുത്ത നാളികേരം അതിൽ മാവില വെച്ച് ഈ കുംഭം ആദ്യം പ്രതിഷ്ഠിക്കും. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി നമ്മൾ ഓരോ ദേവീ രൂപങ്ങളായാലും അത് പലരും ഇപ്പോൾ ദുർഗ, ലക്ഷ്മി, സരസ്വതി നടുക്ക് വെച്ച് ദുർഗയും ലക്ഷ്മി 2 സൈഡിലായിട്ട് പലരും മലയാളികൾ തന്നെ പൂജ വെച്ച് തുടങ്ങി. പക്ഷെ ഈ പറയുന്ന 3 തട്ടോ 5 തട്ടോ അല്ലെങ്കിൽ പരമാവധി 9 തട്ടോ ഇട്ട് ചെയ്യുന്ന കൊലുവിലും ഇതായിരിക്കും ഏറ്റവും ഹയസ്റ്റ്. ബാക്കി ഈ പ്രപഞ്ചത്തില് നമുക്കറിയാവുന്ന സംഗതികളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തും. എന്നിട്ട് ഈ പറയുന്ന ക്ലാസിക്കൽ ഫോംസിനാണ് അതിനകത്ത്. ഇതിന്റെ മുമ്പിൽ തന്നെ മിക്കവാറും തറയിൽ കളർ പൊടി ഉപയോഗിച്ച് ദേവീ രൂപങ്ങൾ, കോലങ്ങൾ ചെയ്യാറുണ്ട്. അങ്ങനെ പല സംഗതികളും ഇപ്പൊ പലരും ഡൈനമിക്കായി ഇതിനകത്ത് വാട്ടർഫാള് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ചെയ്തു വെക്കും. അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സാധനങ്ങൾ വെച്ചിട്ട് ലൈറ്റ് കത്തുകയാണെങ്കിലും ചെയ്യുന്നു. അപ്പോൾ ഇതിന് എത്രത്തോളം കളർഫുൾ ആക്കാമോ, എത്രത്തോളം അട്രാക്റ്റീവ് ആക്കാമോ ആ ഒരു രീതിയിൽ ഇതിനെ അങ്ങ് ചെയ്യും. അപ്പോൾ ആദ്യ ദിവസം എന്തായാലും തുടങ്ങും. പിന്നെ ഈ നവരാത്രി പല കൊലുവിലും കാണാറുള്ളത് പിന്നെയും ആഡ് ചെയ്തുകൊണ്ടിരിക്കും 1-2 ദിവസം കൂടെ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പം നമ്മൾ മൈസൂർ പോയി കഴിഞ്ഞാൽ ദസറ ഫെസ്റ്റിവൽ, അതെ, ഭയങ്കര ഫെസ്റ്റിവലാണ്. നമ്മളിപ്പം മഹാരാഷ്ട്രയിൽ പോയി കഴിഞ്ഞാൽ ഇത് ഉണ്ടെങ്കിലും, നവരാത്രി ഉണ്ടെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ് ഗണപതി ഫെസ്റ്റിവൽ, ഗണേശോത്സവം എന്ന് പറഞ്ഞാൽ. അത് നമ്മുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് ഈ പറഞ്ഞ ഭൗതിക വശം ഇതിനകത്ത് ഉപയോഗിച്ചു. ജനങ്ങളെ അന്ന് ഒരുമിച്ച് കൂട്ടുവാൻ, നമുക്ക് സന്ദേശങ്ങൾ കൊടുക്കാനായിട്ട് അവസരമില്ല. അന്ന് വാട്സാപ്പും സോഷ്യൽ മീഡിയ ഒന്നുമില്ല. അപ്പൊ ജനങ്ങൾ എവിടെയെങ്കിലും ഒന്നിച്ചു കൂടണം.
അപ്പോൾ ഒന്നിച്ചു കൂടാനായിട്ട് ബ്രിട്ടീഷുകാരൻ്റെ ഭരണ സമയത്ത് ഒന്നിച്ചു കൂടൽ നിരോധിച്ചിരുന്നപ്പോൾ അന്നാണ് ആൾക്കാരെ ഒന്നിച്ചു കൂടുകയും ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ അവിടെ നടത്തുകയും ഇതുവഴി ദേശീയതയുടെ സന്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്തത്. അപ്പോൾ ഇതൊരു ഇന്നും നമ്മുടെ ദേശീയതയുടെയും നമ്മുടെ ആധ്യാത്മത്തിൻ്റെയും ഈ ദൈവികതയുടെയും പുരോഗമനത്തിൻ്റെയും എല്ലാം ഒരു ഒരു ട്രെയിനിങ് ആണ് ഈ 9 ദിവസം. ഇപ്പോൾ നമ്മൾ ദാണ്ഡിയ നമ്മളെ നാട്ടിൽ അധികം കാണാറില്ല. ഗുജറാത്തിൽ പോയി കഴിഞ്ഞാൽ അവർ പറയുന്നത് ഗർഭ, നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ ദാണ്ഡിയ എന്ന് വെച്ചാൽ സ്ത്രീകൾ പെൺകുട്ടികൾ നല്ല കളർഫുൾ ഡ്രസ്സിട്ട് വന്ന് വട്ടത്തിന് നൃത്തം ചെയ്യുന്നു. അവിടെ മുഴുവൻ ആണുങ്ങളും അവിടെ കാണും, അതിൽ പങ്കെടുക്കും. ഇത് കഴിഞ്ഞ് ഗംഭീരമായിട്ടുള്ള അവരുടെ വിഭവങ്ങൾ ഇതിൻ്റെ പ്രസാദമായിട്ട് കൊടുക്കുന്നു. ഈ വട്ടം തന്നെ കാണിക്കുന്നത് വട്ടത്തിൽ ചുറ്റിക്കറങ്ങുക എന്ന് പറഞ്ഞാൽ ഈ സൈക്ലിക് ആണ്. എവറിത്തിങ് ഈസ് സൈക്ലിക്. അത് ചുറ്റിക്കറങ്ങി നിൽക്കും. നമ്മൾ എന്താ വീൽ എന്ന് പറയുന്നത് ആ ഒരു സംഗതിയിലാണ്. പക്ഷെ അതിനെ അവർ എന്ത് മനോഹരമായിട്ട് കളർഫുള്ളായിട്ട് ഈ പറയുന്ന 9 ദിവസത്തിൽ 8 ദിവസം ഉണ്ട് രാത്രി. ഈ 9ാം ദിവസം മാത്രമല്ല രാത്രി ആകുമ്പോഴത്തേക്ക്. അതെ. അപ്പൊ ഈ വിദ്യാരംഭം എന്ന് പറയണത് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ഇത് വേദപഠനമാണെങ്കിൽ അവന് വേദപഠനം, ബാക്കി ആയുധം ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവനാണെങ്കിൽ അവന്റെ ആയുധങ്ങള്, കലാകാരന്മാർക്ക് അവന്റെ കലയ്ക്ക് ആവശ്യമുള്ള സംഗതികൾ, ഇപ്പോൾ ഡാൻസർ ആണെങ്കിൽ അവരുടെ ചെലങ്ക, വാദ്യോപകരണങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ എന്തെല്ലാം നമ്മുടെ മ്യൂസിക് ആണെങ്കിൽ അതിൻ്റെ പുസ്തകം, ഇതിനെല്ലാം നമ്മൾ ഈ പൂജ വെപ്പും അടുത്ത ദിവസം ഈ 2 ദിവസം ഫുൾ റെസ്റ്റ് കൊടുത്തിട്ട് വീണ്ടും ഇതിന്റെ എല്ലാം ഈ വെച്ച സാധനങ്ങളുടെ എല്ലാം തുടക്കം വിദ്യാരംഭത്തിന് ചെയ്യണം. അങ്ങനെ പൂർവാധിക ശക്തിയോടുകൂടി നമ്മൾ വീണ്ടും എനർജൈസ്ഡ് ആയിട്ട് തുടങ്ങുന്നു. എല്ലാ സ്ഥലങ്ങളും നമ്മൾ വൃത്തിയാക്കുന്നു. പൂജ വെക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ഒരു വർക്ക്ഷോപ്പ് ആണെങ്കിൽ അവിടെ ശുദ്ധമാണ്. വേണ്ടാത്ത പാഴ്വസ്തുക്കളെല്ലാം കളഞ്ഞ് എല്ലാം ശുദ്ധമാക്കി നമ്മുടെ മുഴുവൻ ടൂൾസ് മെഷീനറി അതിനെല്ലാം വൃത്തിയാക്കി, അതുപോലെ ഒരു വിദ്യാർത്ഥി അവൻ്റെ പഠിക്കുന്ന മുറി വൃത്തിയാക്കി. ഇത് ആരെ സംബന്ധിച്ചായാലും ഏത് പ്രൊഫഷനിലുള്ളവനായാലും അവൻ ചെയ്യുന്ന പ്രൊഫഷനോട്, അവൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിനോട്, അല്ലെങ്കിൽ അവൻ്റെ പുസ്തകങ്ങളോട് അതിൻ്റെ അടുത്തുള്ള ആദരവ് അത് പ്രകടിപ്പിച്ചുകൊണ്ട് അതിൽ ഒരു ഭക്തിയുടെ അംശത്തിലൂടെയുള്ള ആ പഠനവും ആ പ്രവൃത്തിയും അല്ലെങ്കിൽ ആ പ്രൊഫഷനും ഇതിൻ്റെ ഒരു അങ്ങനത്തെ ഒരു സംസ്കാരം, അതാണ് ശരിക്കും ഈ നവരാത്രി. ദ മോസ്റ്റ് ഡിവൈൻ എന്ന് പറയാം. ആ 9 ദിവസങ്ങൾ അത് വ്രതമെടുത്ത് ചെയ്യേണ്ട ദിവസമാണ്. അതും കൂടെ ഉണ്ട് ഇതിൻ്റെ കൂടെ. വെറുതെ നമുക്കൊരു ആഘോഷമല്ല. എന്തായാലും ഈ നവരാത്രിയെ കുറിച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എത്ര പറഞ്ഞാലും ഇത് തീരില്ല. അതുകൊണ്ട് നമുക്ക് ഇനിയും അവസരം കിട്ടുമ്പോഴൊക്കെ നവരാത്രി വിശേഷങ്ങളുമായിട്ട് നമുക്ക് വരാം. എന്തായാലും അനന്തപുരിയിലെ നവരാത്രി, ഇതിൽ ഒരു സംഗതി ബംഗാളിന്റെ നവരാത്രി, അവിടെയാണ് ഈ ദുർഗാപൂജ ഏറ്റവും ഗംഭീരമായിട്ട് ചെയ്യുന്നത്. പക്ഷെ അതേസമയം നമ്മൾ ബീഹാർ, ഒറീസ, UP അങ്ങോട്ട് വന്നാൽ അത്രത്തോളം ഇല്ലെങ്കിലും അവിടെയും ദുർഗാപൂജയാണ്. എന്തായാലും നമുക്ക് ഇനിയും അവസരം കിട്ടുമ്പോഴൊക്കെ നവരാത്രി വിശേഷങ്ങളുമായിട്ട് വരാം. ഇപ്പോൾ അനന്തപുരി ശരിക്കും നവരാത്രി ആഘോഷത്തിന് ദുർഗാഷ്ടമി പൂജയിലേക്ക് കടക്കുകയാണ്. തീർച്ചയായും. നമസ്തേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.